ഹലോ എവ്രി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ITI ഡിപ്ലോമ ഡിഗ്രി ഉദ്യോഗാർത്ഥികൾക്ക് ഈ വർഷം എന്തൊക്കെ തൊഴിലവസരങ്ങളാണ് കേരള PSC മറ്റ് ഓപ്പർച്യൂണിറ്റീസ് വഴി ലഭിക്കാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സോ വെൽക്കം ടു ദ വീഡിയോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരുപാട് നമ്പേഴ്സിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസീസും ഉണ്ട്, ലിമിറ്റഡ് നമ്പേഴ്സിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസീസും ഉണ്ട്. അപ്പോൾ ഒരു നാഷണൽ വൈഡ് ആയിട്ട് ആരൊക്കെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സെക്യൂർഡ് ഫ്യൂച്ചർ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരള PSC വഴിയാണ്. കേരള PSCയിലും ഒരുപാട് ഏജൻസീസ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് റിക്രൂട്ട്മെന്റ് നടത്തും. അത് നമുക്ക് വഴിയെ കാണാം. ബിയോണ്ട് കേരള PSC പിന്നെ ഉള്ളത് സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ടിംഗ് ഏജൻസീസ് ആണ്. അതിൽ SSC ഉണ്ട്, RRB ഉണ്ട്. ദെൻ SSCയിലൊക്കെ തന്നെ ജൂനിയർ എഞ്ചിനീയർ കാറ്റഗറിയിലോട്ട് ഡിഗ്രിക്കാർക്കും അതുപോലെ ടെക്നീഷ്യൻസ് ഗ്രേഡിലേക്ക് ഡിപ്ലോമ ITIക്കാർക്ക് അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ അതുപോലെ ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് RRB. അപ്പോൾ കേരളത്തിന് പുറത്തും നിയമനം കിട്ടണം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓഫീസേഴ്സ് ആണ്, ഡിപ്പാർട്ട്മെന്റ്സ് ആണ് SSC ആൻഡ് RRB. അതുപോലെ NTPC, പവർ ഗ്രിഡ്. കാരണം ഇതെല്ലാം പ്രൈമർലി ഡീൽ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ബേസ് ചെയ്തതുകൊണ്ട് ആ ഓഫീസുകളിലേക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന് പുറമെ നവരത്ന കമ്പനീസ് ആയ ONGC, BEL, HAL, GAIL, IOCL ഇവിടെയും റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പോൾ ഇതിന്റെ അഡ്വർടൈസ്മെന്റ്സ് പല സമയങ്ങളിലായിട്ടായിരിക്കും വരിക. അഡ്വർടൈസ്മെന്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എക്സാം അപ്ഡേറ്റ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. കേരള PSC വഴി ഓരോ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അഥവാ BE ഡിഗ്രി ഉള്ളവർക്ക് എന്തൊക്കെ തൊഴിലവസരങ്ങളാണ് ഉണ്ടാവുക, ഡിപ്ലോമ ഹോൾഡേഴ്സിന് എന്തൊക്കെ തൊഴിലവസരങ്ങളാണ് ഉണ്ടാവുക, ITI യോഗ്യതയുള്ളവർക്ക് എന്തൊക്കെയാണ് അവസരങ്ങൾ ഉണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഡിഗ്രി ഉദ്യോഗാർത്ഥികൾക്കാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റ് വഴി KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു മാസ് റിക്രൂട്ടർ ആണ്. അതിന് പുറമെ PWD, വാട്ടർ അതോറിറ്റി, യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള ഇതിലൊക്കെ നിയമനങ്ങൾ ഉണ്ടാവാറുണ്ട്. മാസ് റിക്രൂട്ടർ എപ്പോഴും KCB ആയിരിക്കും. ദെൻ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതായത് ഇൻസ്പെക്ടറേറ്റിലേക്കാണ് ആ ഒരു നിയമനം നടക്കുക. അടുത്തത് ഡിപ്ലോമ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് ഡിപ്ലോമയും അതിന് മുകളിലുള്ള യോഗ്യതയുള്ളവർക്കും. അപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഈ എക്സാം എഴുതാം, ഡിഗ്രി ഹോൾഡേഴ്സിനും അപ്ലൈങ് വിത്ത് ഇക്വലന്റ് ഓർ ഹയർ കൊടുത്തിട്ട് ഈ എക്സാം എഴുതാൻ പറ്റും. ദെൻ ഡെമോൺസ്ട്രേറ്റർ അഥവാ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, രണ്ട് നോട്ടിഫിക്കേഷനാണ് വരുന്നത്, ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം. ശ്രദ്ധിക്കുക. ദെൻ ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ ഈ പോസ്റ്റുകൾ ITI യോഗ്യതയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് വരിക. പ്രാക്ടിക്കൽ കൂടുതലും തിയറി കുറവും ആയിട്ടുള്ള വർക്കിംഗ് നേച്ചറുള്ള ജോലികളാണ് ഈ 3 ഓക്കെ. ഈ വർഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കോൾ ഫോർ ചെയ്തിരിക്കുന്ന 2 പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, അതുപോലെ കേരള ഹൗസിംഗ് ബോർഡിലെ AE എന്നുള്ള പോസ്റ്റാണ്. അപ്പോൾ അതിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡിപ്ലോമ ടു ഡിഗ്രി 2 യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അതേസമയം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് AE ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ പോസ്റ്റിന്റെ പ്രത്യേകത ഇലക്ട്രിക്കലും ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷനിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ 2 എക്സാംസേ ഉള്ളോ, നമുക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാലോ, ടെക്നിക്കൽ എക്സാംസ് അത് ഏത് ബ്രാഞ്ച് ആയാലും, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഈസി ആയിട്ട് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതൊരു സൈക്കിളിലാണ് വിളിക്കുന്നത്. ഒരു 3 വർഷം കൂടുമ്പോഴാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓൾമോസ്റ്റ് മേജർ റിക്രൂട്ട്മെന്റ്സ് എല്ലാം 2021, 2022 കാലഘട്ടത്തിൽ കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിന്റെ കാലാവധി നിങ്ങൾ നോക്കിയാൽ മതി, അത് ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ
ടൈം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാറ്റഗറി നമ്പേഴ്സ് ഞാൻ പറയാം. 208/2021 ലിസ്റ്റ് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഓവർസിയർ ഗ്രേഡ് 2 ഇൻ യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള 318, 320, 338, 339, 340 ഇതെല്ലാം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ആ 2021-22 സമയങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന എക്സാംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനറ്റ്ലി ആ ലിസ്റ്റിന്റെ കാലാവധിയും കഴിയും. അപ്പോൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് ഈ എക്സാംസ് ഒക്കെ ഇനിയും കോൾ ഫോർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിന് പുറമെ ആ സൈക്കിളിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്ന കുറച്ചധികം എക്സാംസ് ആണ്. സോ അതിലാണ് AE ഉണ്ടായിരുന്നു, ഓവർസിയർ ഗ്രേഡ് 1 PWD ഹാർബർ, ഓവർസിയർ ഗ്രേഡ് 2 PWD ഹാർബർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, ഗ്രേഡ് 2 ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ആ ഗ്രേഡ് 2 എക്സാം കഴിഞ്ഞ സൈക്കിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതൊരു ഒറ്റ എക്സാം ആയിട്ട് അല്ല വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 4 ഡിപ്പാർട്ട്മെന്റ്സ് ചേർന്നിട്ടായിരുന്നു ആ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടിയുള്ള കോമൺ എക്സാം ആയിട്ട്. അപ്പോൾ ആ ലിസ്റ്റുകളൊക്കെ തന്നെ വൈൻഡപ്പ് ആവാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ അതിനുള്ള വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് ആ എക്സാംസ് കോൾ ഫോർ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. ദെൻ അതുപോലെ KSEB സബ് എഞ്ചിനീയർ ഈ വർഷം അവസാനം നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ആണ്. അതുപോലെ തന്നെ KSEB ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഒരു മാസ് റിക്രൂട്ട്മെന്റിനുള്ള ഓപ്ഷൻ തന്നെ KSEB ഉണ്ട്. ദെൻ ഇലക്ട്രീഷ്യൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ഓവർസിയർ ഗ്രേഡ് 3 അതായത് ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റ്. ദെൻ വേറൊരു പ്രസ്റ്റീജിയസ് പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അത് MTech യോഗ്യത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്ര അധികം വേക്കൻസീസ് വരാൻ സാധ്യത ഉണ്ട്. ഈ കോഴ്സിനെല്ലാം പഠിക്കുവാൻ നമുക്കൊരു ടൈം വേണം. നമുക്ക് പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് നമുക്കറിയാം കോമ്പറ്റീഷൻ കൂടുതലാണ്, നമ്മുടെ സീറ്റ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അല്ലെ എക്സാമിന് നമ്മൾക്ക് ഒരു അഡ്വൈസ് മെമ്മോ കയ്യിൽ കിട്ടണമെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. സോ നിങ്ങൾക്ക് അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്യുക. താങ്ക് യു.